എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തോരൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ. അതായത് നമ്മുടെ ഈ പർപ്പിൾ കളർ ക്യാബേജ് കിട്ടത്തില്ല നമുക്ക്, ആ ടൈപ്പുള്ള ക്യാബേജാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ കുഞ്ഞതായിട്ട് അരിയാം, അതല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലരിയാം. ഇങ്ങനെ നീളത്തിലരിയാമെങ്കിൽ വളരെ എളുപ്പമാണ്. ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ തോരൻ വയ്ക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ഇഞ്ചിയാണ്. എപ്പോൾ ക്യാബേജ് തോരൻ വെച്ചാലും നമ്മൾ ഇഞ്ചി അരിഞ്ഞ് ചേർക്കണം. അതിപ്പോൾ വെള്ള ക്യാബേജ് ആയാലും പർപ്പിൾ ക്യാബേജ് ആയാലും നമ്മൾ ഇഞ്ചി ചേർക്കണം. ഇനി അടുത്തതായിട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ട് അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ കൂട്ടുകൾ ഇതിനകത്തേക്ക് ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഞെരടി എടുക്കണം. അതായത് ഈ ഇട്ട് കൊടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം നന്നായിട്ട് ഞെരടുമ്പം അതിനകത്ത് കിട്ടും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരടുമ്പോൾ തന്നെ നല്ല ആ സ്മെല്ല് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഇങ്ങനെ നിങ്ങളൊന്ന് തോരൻ വെച്ച് നോക്കിയേ. നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് ഈ രീതി. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ തേങ്ങ സെപ്പറേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഈ പറഞ്ഞ എല്ലാ കൂട്ടുകളും ഇട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ചതയ്ക്കുകയോ അല്ലെങ്കിൽ അരകല്ലിലിട്ട് ചതച്ചോ എടുത്തിട്ടാണ് നമ്മൾ സാധാരണ തോരൻ വയ്ക്കാറുള്ളത്. പക്ഷേ ഈ തോരൻ ഈ രീതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചതയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് അരിഞ്ഞിട്ട് ഇതേപോലെ കൈയിട്ട് നന്നായിട്ട് ഞെരടിയാൽ മതി. നല്ല അടിപൊളി തോരൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ടിത് കണ്ടില്ലേ, നന്നായിട്ട് കൈവച്ച് ഞെരടിയിട്ടുണ്ട്. അടിഭാഗത്തൊക്കെ കിട്ടത്തക്ക വിധത്തിൽ നല്ല വൃത്തിക്ക് വേണം നമ്മളിത് ഞെരടിയെടുക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സവാള വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് സവാള ചേർക്കുന്നില്ല. സവാള അരിഞ്ഞിടേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഈ രീതി വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ശരി, നമുക്ക് നന്നായിട്ട് ഞെരടി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഈ തോരനിട്ട് വേവിക്കാൻ പോകുന്നത്, അതായത് ക്യാബേജ് ഇട്ട് വേവിക്കാൻ പോകുന്നത്. അല്ലാതെ വെന്തതിന് ശേഷമല്ല ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടുകിട്ട് ഇതിനകത്തേക്ക് ഒന്ന് താളിക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നൂടിട്ട് വേണമെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു പിടി ഉഴുന്ന്, അതല്ല അരി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഉഴുന്നാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഉഴുന്ന് ചേർക്കുന്നില്ല, ജസ്റ്റ് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പില നമ്മൾ ഓൾറെഡി തോരനകത്ത് ഒന്നുകൂടി നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന ക്യാബേജ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ക്യാബേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണമല്ലോ. അപ്പം ഈ പാത്രം കൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട്, കാരണം ഇതിനകത്ത് ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ തോരനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടിത് ആവിയേറ്റി എടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുക്കി പിടിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഒരു 2-3 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം കുറേ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നിരത്തി അങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് അല്ല 1-1.5 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ നന്നായിട്ട് നമ്മുടെ തോരൻ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വീണ്ടും അത് മൂടി വെച്ച് അടച്ചു വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പർപ്പിൾ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളപ്പം ക്യാബേജ് തോരൻ ഇപ്പോൾ പർപ്പിളായാലും വൈറ്റ് ആയാലും ഈ രീതിയിൽ നിങ്ങൾ ക്യാബേജ് തോരൻ വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്.
ഇതിൻ്റെ പ്രത്യേകിച്ച് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 4-5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കുഞ്ഞ് ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.